ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിത് ഇന്ന് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഹെയർ ബാൻഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് റിബൺ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആദ്യം ചെറിയ ക്ലിപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഡിസൈനിലാണ് ഇതിൻ്റെ വലിയ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിതാ 2 കളറ് റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹെയർ ബോ വേണം, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു ഗമ്മ് വേണം, പിന്നെ സൂചി നൂല് വേണം, പിന്നെ ഇതാ സ്റ്റോൺ ലൈസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിതാ നമുക്ക് എത്ര അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിലെടുക്കുക കേട്ടോ. അത് അളവിലെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ 2 പീസ് വേണം കേട്ടോ. ഞാനിത് നീല കളർ ഞാനിത് 5.5 ഇഞ്ചിലും അതുപോലെ തന്നെ വൈറ്റ് ഞാൻ 8.5 ഇഞ്ചിലാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഇത് 2 പീസ് നീല 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒട്ടിക്കുന്നുണ്ട് പൊട്ടിക്കുക കേട്ടോ. ഞാനിവിടെ ഒട്ടിക്കുന്നില്ല, സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കാം. എന്നിട്ട് നമ്മൾ സൂചി നൂല് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, സൂചി നൂല് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നൂലിങ്ങനെ വലിച്ചിട്ട് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിച്ചെടുത്തിട്ട് ഒന്ന് 2-3 ചൊറച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ലൈസും കൂടെ റിബണും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിതാ ഇതിൻ്റെ ആദ്യം തുന്നിപ്പിടിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ട് ഇതിലായിട്ട് തന്നെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് രണ്ടും കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-3 ചൊറച്ച് അത് നമുക്കൊന്ന് കെട്ടിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതായില്ലേ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നീലയും കൂടെ നമുക്ക് ഇതുപോലെ തുന്നിയെടുക്കാം. നമ്മളിപ്പോൾ വൈറ്റ് റിബൺ ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ നീലയും കൂടെ നമുക്ക് തുന്നിയെടുക്കേണ്ടത്. ഇത് ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ഞാനിത് രണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് ഒന്ന് കെട്ടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ ഇതും കൂടെ ഒന്ന് കെട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു റിബണ്, അതുപോലെ ഹെയർ ബോ. അങ്ങനെ ചെറിയൊരു സംഭവമേ വേണ്ടൂ. അപ്പോൾ ഇതാ ഞാൻ ഇതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റിൻ്റെ മേലെ ഇതൊന്ന് ആദ്യം തുന്നിപ്പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തുന്നണം തന്നെ ഇല്ല, നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പക്ഷെ തുന്നിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ തുന്നുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റോൺ ലൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്, എല്ലാവരും എന്ന് പറയുന്നത് ഇങ്ങനെ ഹെയർ ബോ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് കേട്ടോ ഇത്. ഇനിയും ഞാൻ ഇത് ഓരോ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സ്റ്റോൺ ലൈസ് വെച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ അത് സംഭവം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇതിന് ചുറ്റിയിട്ട് ഒന്ന് നോക്കാം എത്ര വേണം എന്നുള്ളത്. അപ്പോൾ എത്രയെന്ന് അതിൻ്റെ പീസ് എണ്ണിയിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം, ചുറ്റിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗമ്മാക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റിലും വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ, അത് കുറച്ച് ഒട്ടി നിൽക്കുന്നത് വരെ. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അടിയിലായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ക്യാൻവാസ് എന്നിട്ടാ, തടിച്ച ക്യാൻവാസ് ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് 4ആയിട്ട് മടക്കിയിട്ട് 2 സൈഡിൽ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന്
ചെറുങ്ങനൊരു കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് നമുക്കതൊന്ന് ഹോളായിട്ട് കിട്ടും. അപ്പോൾ ഈ എയർ ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഹോളിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഇതുപോലെ അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എയർ ബാൻഡിൻ്റെ ഏത് സൈഡിലാണോ നമുക്ക് ഇത് വെക്കുന്നത് ആ സൈഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നല്ലോണം ഒന്ന് ഗമ്മാക്കി കൊടുക്കുക. അപ്പോൾ എയർ ബാൻഡിന് ക്യാൻവാസ് ഒട്ടിച്ചിട്ട് ഇതാ ഞാനിവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിബണ്ണും കൂടി അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടൊന്ന് അതിനും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിതാ റിബണ്ണും കൂടെ ക്യാൻവാസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൻ്റെ മേലെയായിട്ട് നമുക്ക് ഗമ്മ് ആക്കി കൊടുക്കാം. ഗമ്മാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ ബാൻഡിനും ക്യാൻവാസ് ഒട്ടിച്ചിട്ടില്ലേ, അത് രണ്ടും തമ്മിൽ നമുക്കിത് വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അത് ഉണങ്ങുന്നത് വരെ നമുക്കത് ഇളകാതെ ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കാം. ഇതേപോലെ ആയിട്ട് രണ്ട് ക്യാൻവാസും തമ്മിൽ പശ ആക്കിയിട്ട് രണ്ട് ക്യാൻവാസും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ സൈഡ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ അടിയിൽ ഒട്ടിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതെല്ലാം പോലെ ഞാൻ ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗി. ഇതുപോലെ സെറ്റായിട്ട് തന്നെ ഇതിന് രണ്ട് അലിഗേറ്റർ ക്ലിപ്പും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതിന് മാച്ചായിട്ട് ഇതും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് ഒരു വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.